ഇന്ന് മോശവത്സലം ശാസ്ത്രിയാർ ഞായറാണല്ലോ. മോശവത്സലം ശാസ്ത്രിയാർ അരുളാനന്ദത്തിൻ്റെ മകനായി 1847 തിരുവനന്തപുരത്തെ തിരുപുറത്ത് ജനിച്ചു. മോശ എന്ന പേരിട്ടത് മിഷണറി ജോൺ കോക്സ് ആണ്. തെക്കൻ കേരളത്തിലെ തിരുപുറം എന്ന ചെറിയ ഗ്രാമത്തിൽ തികച്ചും സാധാരണക്കാരനായി ജനിച്ച് സമർപ്പണം കൊണ്ടും സ്വപ്രയത്നം കൊണ്ടും ശ്രദ്ധേയനായി തീർന്ന വ്യക്തിത്വമാണ് മോശവത്സലം ശാസ്ത്രിയാർ. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലും ഒരു ജനതയുടെ ദൈവബോധത്തെ കരുപ്പിടിപ്പിച്ച് സഭയ്ക്ക് ശക്തമായ അടിത്തറ പാകി ജാതീയ ഉച്ചനീചിത്വങ്ങളുടെ അടിമനുഖത്തെ തകർത്ത് ജനത്തിൻ്റെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ അതുല്യ പ്രതിഭയായിരുന്നു മോശവത്സലം ശാസ്ത്രിയാർ. അനശ്വര ഗായകനായ മോശവത്സലം ശാസ്ത്രിയാർ തൻ്റെ രചനകളിൽ ഏറിയ പങ്കും നിർവഹിച്ചിരുന്നത് കവിതകളും കീർത്തനങ്ങളുമായി ആയിരുന്നു. നാം ആരാധനയിൽ ഉപയോഗിക്കുന്ന ക്രിസ്തീയ ഗീതത്തിലെ ഏതാണ്ട് 170-ലധികം ഗാനങ്ങൾ രചിച്ചത് മോശവത്സലം ശാസ്ത്രിയാരാണ്. അദ്ദേഹം എഴുതുകയോ സംഗീതം ചെയ്യുകയോ പരിഭാഷപ്പെടുത്തുകയോ ചെയ്ത ഏതാനും ചില ഗാനങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കട്ടെ. നിത്യവന്ദനം നിനക്ക് സത്യദൈവമേ, സേനകളിൽ പരൻ യഹോവ, സൈന്യങ്ങളിൽ ദൈവം, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. ദൂതർ പാടും ദൈവമേ, നിൻ അനുഗ്രഹത്തോടെ ഇപ്പോൾ എൻ പേർക്ക് വാർത്ത നിന്റെ രക്തം. ക്രിസ്തു വീണ്ടും ജീവിച്ചു, തട്ടി തട്ടി നിൽപ്പതാർ, കൂരിരുളിൽ എൻ സ്നേഹദീപമേ, പാപസങ്കടം താങ്ങിയിടാൻ വാഴ്ത്തിയിടിൻ യേശു നാമത്തെ. എൻ ദൈവമേ, ഇതാ നിൻ സമീപേ, ഹാ നേരം വൈകി മഹത്വരാജൻ മരിച്ച. യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശു എന്നുള്ള നാമമേ ഈ ആണ്ടിൻ ആശീർവാദം. ആദിത്യ ചന്ദ്രാദികളെ ചമച്ചവന് സ്തോത്രം. നിൽക്കാ നിൽക്കാ പാപിയെ, എന്നിടയൻ യഹോവ പിതാവാം വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു. യേശുപര ഇല്ലേ ഭവാന് തുല്യൻ, എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ. വീശുക ദൈവാത്മാവേ, വരിക സുരാധിപ പരമപര, മറന്നു പോകാതെ നീ മനമേ. ഓടിവാ കൃപയാം നദിയരികിൽ, ദേഹം മണ്ണാകും മുൻപേ. നീ ഒഴികെ നീ ഒഴികെ യേശുവല്ലാതെ വേറൊരു രക്ഷകൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. തുടങ്ങിയ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി നിരവധി ഗാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ച അതുല്യ വ്യക്തിത്വമാണ് മോശവത്സലം ശാസ്ത്രിയാർ. മോശവത്സലം ശാസ്ത്രിയാരുടെ പാട്ട് പാടാത്ത ഒരു തിരുമേശയോ ഒരു ക്രിസ്മസോ ഈസ്റ്ററോ പാഷൻ വാരമോ കൺവെൻഷൻ ഉണർവ് യോഗമോ കല്യാണമോ ഭവനപ്രതിഷ്ഠയോ പ്രാർത്ഥനാ യോഗമോ ആരാധനയോ പുതുവത്സര പിറവിയോ ഇല്ല. സാംസ്കാരിക കേരളത്തിന് സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെപ്പോലെ മോശവത്സലം ശാസ്ത്രിയാർ നൽകിയ കനപ്പെട്ട സംഭാവനയും കീഴടക്കിയ ഉന്നതിയും വേറൊരു സംഗീതജ്ഞനും അവകാശപ്പെടാനാകാത്ത വിധം സ്തുത്യർഹമാണ്. മഹാപ്രതിഭ ലോകം വിട്ടു പോയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ സിംഹാസനം ഇന്നും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. കഠിനാധ്വാനം കൊണ്ട് രോഗബാധിതനായ ശാസ്ത്രിയാർ 1916 ഫെബ്രുവരി മാസം 20-ാം തീയതി ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് മിഷണറി ആയിരുന്ന ആർതർ പാർക്കർ അദ്ദേഹം എഴുതിയ ഒരു റിപ്പോർട്ടിൽ മോശവത്സലം ശാസ്ത്രിയാരെക്കുറിച്ച് എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ മധുര ഗായകൻ മോശവത്സലം ശാസ്ത്രിയാർ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. യഥാർത്ഥമായ ക്രിസ്തീയ പ്രത്യാശയോടും ക്ഷമയോടും കൂടിയാണ് ദീർഘനാളത്തെ രോഗത്തെ അദ്ദേഹം നേരിട്ടത്. പ്രഗത്ഭനായ ഒരു പ്രസംഗകൻ, കവി, ഗായകൻ, എഴുത്തുകാരൻ, സംഗീത സംവിധായകൻ, സുവിശേഷകൻ, സഭാ ശുശ്രൂഷകൻ, ഭാഷാ നിപുണൻ, ദൈവശാസ്ത്രജ്ഞൻ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ ജനങ്ങളുടെ ആത്മീയ വളർച്ച തട്ടി ഉണർത്താൻ ദൈവം ഉപയോഗിച്ച ഉപകരണമായിരുന്നു മോശവത്സലം ശാസ്ത്രിയാർ. തൻ്റെ മാജിക് ലാൻറ്റേണും വയലിനും കൊണ്ട് തിരുവിതാംകൂർ മുഴുവനും യാത്ര ചെയ്തു. മരിച്ചെങ്കിലും അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. സുവിശേഷ വണ്ടിയുമായി ദൈവത്തെ ഘോഷിച്ച മധുര ഗായകൻ മോശവത്സലം ശാസ്ത്രിയാരോടുള്ള ആദരവും ശ്രദ്ധാഞ്ജലിയും ഈ ആരാധനയിൽ അർപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഈ ആരാധനയിലെ എല്ലാ പാട്ടുകളും മോശവത്സലം ശാസ്ത്രിയാർ രചിക്കുകയോ സംഗീതം നൽകുകയോ ചെയ്തതാണ്. ഈ പാട്ടുകൾ തിരഞ്ഞെടുത്ത ഗായക സംഘത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ.